thermodynamic process. First one, isobaric process. Okay, ആ ഫിഗറാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പി വി ഡയഗ്രാം. ദിസ് ഇസ് സ്റ്റേറ്റ് 1. പിന്നെ ഒരു പ്രോസസ് വഴി സ്റ്റേറ്റ് 2ലേക്ക് എത്തി. ഓക്കെ, സോ ഹിയർ പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്, പി ഈക്വൽ ടു സി ആണ്. ടെമ്പറേച്ചർ വോളിയം രണ്ട്, ഈ ടെമ്പറേച്ചർ വോളിയമാണ് വാരി ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അത് വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, അതേമാതിരി വോളിയം കുറയുമ്പോൾ പ്രഷർ ടെമ്പറേച്ചർ കുറയുന്നു. സോ വി ക്യാൻ റൈറ്റ് വോളിയം ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി ഈ വി ബൈ ടീനെ നമ്മുടെ ഒരു പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ, വി ബൈ ടീനെ ഈ ഒരു പ്രോസസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? വി ബൈ ടി ഒരു പ്രോസസ്സിലേക്ക് അപ്ലൈ ചെയ്യൂ. ഓക്കെ, സോ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് 2 സ്റ്റേറ്റ്സ്, സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 ഉണ്ടാവും. അപ്പോൾ ഐസോബാരിക് പ്രോസസ്സിൽ പി പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ വോളിയം ബൈ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. സോ വോളിയം ബൈ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ വി ക്യാൻ റൈറ്റ് V1 ബൈ T1 ഇസ് ഈക്വൽ ടു V2 ബൈ T2 എന്ന് എഴുതാം. V1 ബൈ T1 ഇസ് ഈക്വൽ ടു V2 ബൈ T2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ചാൾസ് ലോ. അപ്പോൾ ഐസോബാരിക് ഇക്വേഷൻ ഗവർണിംഗ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ചാൾസ് ലോ ആണ്. ഓക്കെ, ഇനി ഐസോബാരിക് പ്രോസസ്സിലുള്ള ഹീറ്റ് ഇക്വേഷൻ നോക്കാം. ജനറലി Q is equal to MC ഡെൽറ്റ ടി എന്നതാണ് ബേസിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ Q is equal to M into CP ഡെൽറ്റ ടി, അല്ലെങ്കിൽ M into CP T2 മൈനസ് T1 എന്ന് പറയാം. M into CP T2 മൈനസ് T1. ഈ പ്രോസസ്സിലെ വർക്ക് ഇക്വേഷൻ എന്ന് വരിക ഐസോബാരിക് പ്രോസസ്സിലെ ഹീറ്റ് ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഐസോബാരിക് പ്രോസസ്സിലെ വർക്ക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? W equal to integral P dV. So P into V2 P into integral dV, P into V2 minus V1. So we know that ideal gas equation PV is equal to MRT ആണ്. ഓക്കെ, അപ്പോൾ P into V2 minus V1 is equal to M into R into T2 minus T1 എഴുതാം. ഓക്കെ, കാരണം P1 V1 equal to MRT1 ആണ്, P2 V2 is equal to MRT2 ആണ്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ W equal to P into V2 minus V1 എന്ന് പറയാം, അല്ലെങ്കിൽ W equal to M into R into T2 minus T1 എന്ന് പറയാം. ഇത് രണ്ടും വർക്ക് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി അതേമാതിരി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q മൈനസ് W ആണ്. അതായത് W ക്യാപിറ്റൽ W ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q, ക്യാപിറ്റൽ Q ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ W പ്ലസ് ഡെൽറ്റ യു ആണ്, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു M ഇൻറ്റു CV ഇൻറ്റു T2 മൈനസ് T1. അതായത് ഏത് പ്രോസസ്സ് എടുത്താലും ഐസോബാരിക് ആയാലും ശരി, ഐസോകോറിക് ആയാലും ശരി, ഐസോതെർമൽ ആയാലും ശരി, ഇതിൻ്റെയൊക്കെ ഏത് പ്രോസസ്സ് ആയാലും ശരി ഡെൽറ്റ യുവിൻ്റെ വാല്യൂ M ഇൻറ്റു CV ഇൻറ്റു T2 മൈനസ് T1 ആണ്. അതേമാതിരി എൻതാൽപ്പി ഡെൽറ്റ H ഇസ് ഈക്വൽ ടു M ഇൻറ്റു CP ഇൻറ്റു T2 മൈനസ് T1 ആണ്. ഏത് തെർമോഡൈനാമിക് പ്രോസസ്സ് എടുത്താലും ശരി ഈ ഇക്വേഷൻ രണ്ടും മാറില്ല. ഓക്കെ, ഏത് ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും. ഡെൽറ്റ യു മീൻസ് M ഇൻറ്റു CP ഇൻറ്റു T2 മൈനസ് T1. ഡെൽറ്റ എച്ച് മീൻസ് ഡെൽറ്റ സ്മോൾ ലെറ്റർ h ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു M ഇൻറ്റു CP ഇൻറ്റു T2 മൈനസ് T1. M ഇൻറ്റു CP മറ്റത് M ഇൻറ്റു CV. ഓക്കെ, അപ്പോൾ ഐസോബാരിക് പ്രോസസ്സ് അതായത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ്. ഇതിൽ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹീറ്റ് ഇക്വേഷൻ ഈസ് ഹീറ്റ് ഇക്വേഷൻ Q ഈക്വൽ ടു M ഇൻറ്റു CP ഇൻറ്റു T2 മൈനസ് T1. M ഇൻറ്റു CP ഇൻറ്റു T2. വർക്ക് ഇക്വേഷൻ എന്നാ P ഇൻറ്റു V2 മൈനസ് V1, ദാറ്റ് ഈസ് MR ഇൻറ്റു T2 മൈനസ് T1. ഡെൽറ്റ യൂണിറ്റ് ഇക്വേഷൻ MCV ഇൻറ്റു T2 മൈനസ് T1. ഡെൽറ്റ എച്ച് MCP ഇൻറ്റു T2 മൈനസ് T1. വർക്ക് P into V2 minus V1. MR or W equal to MR into T2 minus T1. So അങ്ങനെ നമുക്ക് ഡെൽറ്റ എച്ച് MCP into T2 minus T1, ഡെൽറ്റ U MCV into T2 minus T1 എന്നൊക്കെ എഴുതാം. ഓക്കെ, സോ വാട്ട് ഇസ് എൻതാൽപ്പി? ഇറ്റ് മീൻസ് ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ്, അതിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. നൗ ലെറ്റ് us talk about ഐസോകോറിക് പ്രോസസ്. സോ ഇവിടെയും നമുക്ക് നോക്കാം, അതായത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ്. ഈ ഐസോകോറിക് പ്രോസസ്സിലെ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഹീറ്റ് ഇക്വേഷൻ ഐസോകോറിക് Q equal to MCV into T2 minus T1. അതാണ് ഐസോകോറിക്കിലെ ഹീറ്റ് ഇക്വേഷൻ. ഓക്കെ, heat is added at a constant volume. Okay, so in this case what is the equation for work done? Work done means what? Work done W equal to integral PdV. അല്ലേ, integral PdV. അപ്പോൾ ഇവിടെ ഐസോകോറിക്കിലെ വോളിയം ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാം. And isocoric volume is equal to constant, therefore delta V is equal to 0. So W is equal to 0. Volume work is equal to
Work done is equal to 0. Okay. So here pressure, temperature, volume. And a parameter, but if volume is equal to constant, അപ്പോൾ vary ചെയ്യുന്ന parameter എന്ന് പറയുന്നത് pressure and temperature ആണ്. So here pressure is directly proportional to temperature. അതായത് pressure കൂടുമ്പോൾ temperature കൂടുന്നു, pressure കുറയുമ്പോൾ temperature കുറയുന്നു. So here we can write P by T is equal to constant. P by T is equal to constant and volume is equal to constant. So apply this P by T equal to constant എന്ന് പറയുന്നത് P by T is equal to constant എന്ന് എഴുതാൻ പറ്റും. So ഇതിനെ പ്രോസസ്സ് 1 to 2 അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? If you apply this equation in process 1 to 2, you will get P1 by T1 is equal to P2 by T2. You will get P1 by T1 is equal to P2 by T2 എന്ന് കിട്ടും. Okay. So iso അപ്പോൾ P proportional to T എന്ന് പറയുന്നത് ഏതാണ്? അത് Gay-Lussac law ആണ്. This is Gay-Lussac law. Gay-Lussac law. It is Gay-Lussac law എന്ന് പറയും. Okay. So isocodic process govern ചെയ്യുന്ന law എന്ന് പറയുന്നത് എന്താണ്? Gay-Lussac law ആണ്. So ഇതിന്റെ PV diagram ഇങ്ങനെ ഉണ്ടാവും. Okay. This is 1 to 2. PV. Pressure volume diagram. ഇതാണ് ഇതിന്റെ PV diagram എന്ന് PV diagram. So here also delta U ഒരു മാറ്റം. Delta U is equal to എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി delta U is equal to m into CV into T2 minus T1. That is no change in delta U. M into CV into T2 minus T1. Similarly, delta H is equal to m into Cp into T2 minus T1. ഇത് മാറില്ലാന്ന് പറഞ്ഞല്ലോ. ഇത് രണ്ടും m into Cp into T2 minus T1. So according to the first law of thermodynamics നമുക്കറിയാം എന്താണ് delta U is equal to according to the first law delta U is equal to Q equal to W plus delta U. So delta U is equal to Q minus W. That we already know. Okay. So ഇവിടെ work done 0 ആണ്. So work done 0 ആയതുകൊണ്ട് substitute ആയി നമുക്ക് കിട്ടും delta U is equal to Q എന്ന് കിട്ടും. Okay. Delta U is equal to Q എന്ന് കിട്ടും ഈ കേസിൽ. Delta U is equal to Q. So ഇത്രയാണ് നമ്മുടെ isocodic പ്രോസസ്സിനെ പറ്റി പറയാനുള്ളത്. Now let us discuss about isothermal process. So this is isothermal process, like constant temperature process. So in this case, temperature is equal to constant, pressure, volume. അതിൽ vary ചെയ്യുന്ന parameters ആണ്. So variation ഉണ്ട് pressure and volume. So the variation is എന്താണ് pressure inversely proportional to volume. Pressure is inversely proportional to volume. Pressure കൂടുമ്പോൾ volume കുറയും, pressure കുറയുമ്പോൾ volume കൂടും. Okay, so here temperature is equal to constant or PV is equal to constant. So PV is equal to constant ആണ്. അപ്പോൾ ഇതിന് PV is equal to constant എന്ന് പറയുന്നത് പ്രോസസ് 1 to 2 അപ്ലൈ ചെയ്യുമ്പോൾ you will get എന്ത് കിട്ടും? P1 V1 is equal to you will get P1 V1 is equal to P2 V2 എന്ന് കിട്ടും. Okay, so ഇതിപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് ഗവേൺ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോയിൽസ് ലോ. ഇറ്റ് ഈസ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ ആണ് ഗവേൺ ചെയ്യുന്നത് ഐസോതെർമൽ. ഓക്കെ, സോ ഇവിടെ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് WC, ഇവിടെ ഹീറ്റിനും വർക്കിനും ഒരേ ഇക്വേഷനാണ്. ഓക്കെ, സോ ഐസോതെർമൽ പ്രോസസ്സിലെ ഹീറ്റ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു വർക്ക് ഇക്വേഷൻ. സോ വാട്ട് ഈസ് ദാറ്റ് വൺ? ദാറ്റ് ഇക്വേഷൻ ഈസ് Q equal to W is equal to P1 V1 ln V2 by V1. Okay, now the equation is P1 V1 ln V2 by V1. Okay, so isothermal process workum heat same equation. So if you apply ideal gas equation, then what will happen? W equal to Q equal to mRT1 into ln W equal to Q equal to mRT1 into ln V2 by V1 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് P2 V2 ln V2 by V1 എന്ന് കൂടി എഴുതാം. കാരണം P1 V1 equal to P2 V2 ആണ്. ഓക്കെ, അതേമാതിരി P1 V1 ln P1 by P2 എന്ന് കൂടി എഴുതാം. P1 V1 ln P1 V1 ln P1 by P2. P1 V1 ln P1 by P2 എന്ന് കൂടി എഴുതാം. ഓക്കെ, സോ
P1 V1 equal to P2 V2 എന്ന് പറയുമ്പോൾ P1 V1 equal to P2 V2 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? V2 by V1 equal to P1 by P2 എഴുതാം. ഓക്കെ, അപ്പോൾ V2 by V1 ന്റെ സ്ഥാനത്ത് P1 by P2 കൊടുക്കുക. V2 by V1 is equal to P1 by P2 എന്ന് കൂടി നമുക്ക് എഴുതാം. There is no mistakes at all. Okay, so isothermal process വർക്ക് ഡൺ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഹീറ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം തന്നെ, P1 V1 അല്ലെങ്കിൽ P2 by V1 എന്ന് പറയും. സോ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വി നോ ദാറ്റ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q മൈനസ് W ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷൻ ദർ ഇസ് നോ ചേഞ്ച്. എന്താണ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഹിയർ we already studied mcv into T2 minus T1 ആണ്. ബട്ട് ഹിയർ ടെമ്പറേച്ചർ ഐസോതെർമൽ അല്ലേ, സോ T1 ഈക്വൽ ടു T2 അല്ലേ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 0, T1 equal to T2. Since T equal to constant, therefore delta U is equal to 0. Delta U T1 equal to T2, delta T is equal to 0. Since temperature is constant, okay, so delta U is equal to 0 എന്ന് വരുന്നു. So isothermal process heat transfer is equal to work transfer. So in isothermal process heat transfer is equal to work transfer. Okay, heat transfer is equal to work transfer. We know that delta U is equal to Q minus W. So delta U 0 is equal to Q minus W. Therefore Q equal to W. അതുകൊണ്ടാണ് isothermal process heat transfer is equal to work transfer എന്ന് പറയുന്നത്. So in this case, what about the enthalpy? Enthalpy delta H is equal to mcp into T2 minus T1. Okay, T1 equal to T2. Since temperature is equal to constant, therefore delta T is equal to 0 and T1 equal to T2 ആണ്. So definitely delta H is equal to 0. Delta H is also equal to 0 എന്ന് വരുന്നു. അപ്പോൾ ഇത്രയാണ് ഐസോതെർമൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ്. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ അവർ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് 0 ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് 0. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത പ്രോസസ്സാണ് അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രഷർ വോളിയം ടെമ്പറേച്ചർ PVT ഇത് മൂന്നും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നില്ല. ഇത് മൂന്നും തമ്മിൽ വേരിയേഷൻ ഉണ്ട്. സോ അവിടെ 3 ഇക്വേഷൻ വരും. നേരത്തെ പോലെ അല്ല, നേരത്തെ ഒരു ഇക്വേഷനിൽ വരുള്ളൂ PVC = C അത് അപ്ലൈ അങ്ങനെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 3 ഇക്വേഷൻ വരുന്നുണ്ട്. ഏതൊക്കെ ഇക്വേഷൻസ്? PV raised to gamma is equal to C. ഓക്കെ, ഇങ്ങനത്തെ 3 ഇക്വേഷൻ വരുന്നുണ്ട്. PV raised to gamma equal to C, TV raised to gamma minus 1 is equal to constant. അതായത് ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ അത്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് T divided by PV T raised to gamma minus 1 by gamma is equal to constant. ഇത് മൂന്നും അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഗാമ ഈസ് കോൾഡ് അഡിയാബാറ്റിക് ഇൻഡെക്സ്. ഇറ്റ്സ് വാല്യൂ 1.4 ആണ് എയറിൻ്റെ കേസിൽ. സോ ഇഫ് യു അപ്ലൈ PV raised to gamma is equal to C എന്ന് പറയുന്ന ഇക്വേഷൻ പ്രോസസ്സ് 1 to 2 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് P1 V1 raised to gamma equal to P2 V2 raised to gamma. So P2 by P1 equal to V1 by V2 all raised to gamma. ഇതാണ് നമുക്ക് കിട്ടുക. ഇനി ഈ ഇക്വേഷൻ പ്രോസസ്സ് 1 to 2 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? വാട്ട് വിൽ യു ഗെറ്റ് ഇറ്റ്? അതായത് T1 V1 raised to gamma minus 1 is equal to T2 V2 raised to gamma minus 1 വരും. ഓക്കെ, സോ ഫ്രം ദിസ് T2 by T1 is equal to V1 by V2 all raised to gamma minus 1 എന്ന് പറയുന്നു. T2 by T1 is equal to T2 by T1 is equal to T2 by T1 is equal to V1 by V2. V1 by V2 all raised to gamma minus 1 എന്ന് കിട്ടുന്നു. ഓക്കെ, so from this we can write V1 by V2 is equal to T2 by T1 all raised to 1 divided by gamma minus 1 എഴുതാം. V1 by V2 T2 by T1 all raised to 1 divided by gamma minus 1 എഴുതാം. ഇനിയത്തെ മൂന്നാമത്തെ ഇക്വേഷൻ പ്രോസസ്സ് 1 to 2 കൊടുത്താൽ what will you get it? T1 divided by P1 all raised to gamma minus 1 by gamma equal to T2 divided by P2 raised to gamma minus 1 by gamma. ഇങ്ങനെ എഴുതാൻ പറ്റും. So from this
T1 by T2 is equal to അല്ലെങ്കിൽ T2 by T1 എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. T1 by T2 or T2 by T1 എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. So from this T1 by T2 is equal to T1 by T2 is equal to P1 by P2 all raised to ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. T1 by P2 all raised to gamma minus 1 by gamma എഴുതാം. ഓക്കെ. സോ അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 0 ആണ്. വർക്ക് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ. അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ഈക്വൽ ടു 0 ആണ്. അഡിയാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ വരിക? വർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് P1 capital letter V1 minus capital letter P2 capital letter V2 divided by gamma minus 1. P1 V1 minus P2 V2 divided by gamma minus 1. അല്ലെങ്കിൽ MR small letter M capital letter R capital letter T1 capital letter T2. Okay. But work done W is equal to MR into T1 minus T2 divided by gamma minus 1. അത് മറ്റൊരു ഇക്വേഷൻ. അപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. എന്നാൽ അഡിയാബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ട്രാൻസ്ഫർ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ P1 V1 minus P2 V2 divided by gamma minus 1. രണ്ടാമത്തെ ഇക്വേഷൻ MR into T1 minus T2 divided by gamma minus 1. ഓക്കെ. ഡെൽറ്റ യു പഴയ പോലെ തന്നെ MCV T2 minus T1 ഡെൽറ്റ H MCP T2 minus T1. അതിൽ ഒരു മാറ്റവും ഇല്ല. ഇനി നെക്സ്റ്റ് പോളിട്രോപിക് പ്രോസസ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഇറ്റ്സ് എ ജനറൽ പ്രോസസ്സ്. ഈ പ്രോസസ്സിലാണ് ബാക്കി ഐസോബാറിക്കും ഐസോകോറിക്കും അഡിയാബാറ്റിക്കും ഐസോതെർമലും ഒക്കെ വരുന്നത് ഈ പോളിട്രോപിക് പ്രോസസ്സിൽ നിന്നാണ്. സോ ഇറ്റ്സ് എ ജനറൽ പ്രോസസ്സ്. PV raised to N is equal to C. അതാണ് കണ്ടീഷൻ. പി പ്രഷർ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ P ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ V raised to സ്മോൾ ലെറ്റർ N ഈസ് ഈക്വൽ ടു C. അപ്പോൾ എന്നിൻ്റെ വാല്യൂ മാറുമ്പോൾ ഓരോ പ്രോസസ്സ് കിട്ടുന്നു. ഗാമ ഈസ് റീപ്ലേസ്ഡ് ബൈ N ആണ് ഇവിടെ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഇതേമാതിരി 3 ഇക്വേഷൻ കിട്ടും. ഏതൊക്കെ ഇക്വേഷൻ? PV raised to N, ഇവിടെ N-1, ഇവിടെ N-1 ബൈ ഗാമ N. PV raised to N is equal to C. TV raised to N-1 is equal to constant. T divided by P raised to N-1 by N is equal to constant. ഈ മൂന്നും പോളിട്രോപിക് പ്രോസസ്സിലെ ഇക്വേഷനാണ്. ഇത് പോളിട്രോപിക് പ്രോസസ്സിലെ 3 ഇക്വേഷനാണ്. ഓക്കെ. അപ്പോൾ ഈ സ്റ്റെപ്പ് പ്രോസസ്സ് 1 to 2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ വർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് മറ്റൊരു പോലെ തന്നെ ആ ഗാമക്ക് പകരം N വരും, അത്രയേ ഉള്ളൂ. അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് P1 V1 minus P2 V2 divided by N-1. പക്ഷേ അവിടെ ഹീറ്റ് ഇക്വേഷൻ മാറുന്നുണ്ട്. അഡിയാബാറ്റിക്കിൻ്റെ ഹീറ്റ് ഇക്വേഷൻ 0 ആണ്. പക്ഷേ ഇവിടുത്തെ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ മൈനസ് 1 ബൈ ഗാമ ഇൻറ്റു വർക്ക് ഡൺ ഇൻ പോളിട്രോപിക്. അപ്പോൾ വർക്ക് ഡൺ ഇൻ പോളിട്രോപിക് എന്ന ഇക്വേഷൻ P1 V1 minus P2 V2 divided by N-1 ആണ്. അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ മൈനസ് N divided by ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 minus P2 V2 divided by N-1. അതാണ് ഹീറ്റ് ഇക്വേഷൻ. ഏത് പോളിട്രോപിക്കിൻ്റെ കേസിൽ. പോളിട്രോപിക്കിൻ്റെ കേസിലുള്ള ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ മൈനസ് N divided by ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 minus P2 V2 divided by N-1. പോളിട്രോപിക്കിൻ്റെ കേസിലെ വർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് P1 V1 minus P2 V2 divided by N-1. ഓക്കെ. N എന്ന് പറയുന്നത് പോളിട്രോപിക് ഇൻഡെക്സ് എന്ന് പറയും. N is a പോളിട്രോപിക് ഇൻഡെക്സ്. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1-നും 1.4-നും ഇടയിലാണ് വരിക. 1-നും 1.4-നും ഇടയിൽ. ഓക്കെ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഗാമയുടെ CP ബൈ CV ആണ്. ഗാമയുടെ വാല്യൂ 1.005 ആണ്. CPക്ക് 0.715 ആണ് ഫോർ എയറിൻ്റെ കേസിൽ. ഓക്കെ. ഇനി PV raised to N is equal to C നകത്ത് N equal to 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? ഐസോബാറിക് പ്രോസസ്സ് കിട്ടി. PV raised to N equal to C. അതിൽ അവിടെ N is equal to 1 കൊടുത്താലോ PV equal to C ആയി മാറുന്നു. അങ്ങനെ നമുക്ക് ഐസോതെർമൽ പ്രോസസ്സ് കിട്ടുന്നു. ഓക്കെ. ഇനി വെൻ N is equal to ഗാമ ആണെങ്കിലോ PV raised to ഗാമ equal to C. അത് അഡിയാബാറ്റിക് പ്രോസസ്സ്. വെൻ N is equal to ഇൻഫിനിറ്റി ആണെങ്കിലോ PV raised to ഇൻഫിനിറ്റി P into V raised to ഇൻഫിനിറ്റി is equal to കോൺസ്റ്റൻറ്റ്. V raised to ഇൻഫിനിറ്റി വരുമ്പോൾ ഹൈ വോളിയമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ്രഷർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ. സോ P into V raised to ഇൻഫിനിറ്റി is equal to C എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഐസോകോറിക് പ്രോസസ് ആണ്. V raised to ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ വോളിയം ഈസ് ഹയർ. സോ വി നെഗ്ലക്റ്റ് പ്രഷർ. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് volume is equal to constant. So it is isocoric process. That's why we say that ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് പോളിട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജനറൽ പ്രോസസ്സ് എന്ന് പറയുന്ന കാരണം ഇതാണ്. കാരണം അതിൻ്റെ അകത്ത് നിന്നാണ് ബാക്കി എല്ലാ പ്രോസസ്സും വരുന്നത്. പിന്നെ ഐസോബാറിക് പ്രോസസ്സിൻ്റെ മറ്റൊരു പേരാണ് ഐസോപീസ്റ്റിക് PIESTIC. ഐസോബാറിക് പ്രോസസ്സിൻ്റെ മറ്റൊരു പേരാണ് ഐസോപീസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയും. ഇത്രയാണ് പ്രോസസ്സുമായിട്ട് തെർമോഡൈനാമിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ.